ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇന്ന് അമിത്ഷാ എത്തുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രതീക്ഷയിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നോക്കിക്കാണുന്നത്. 10ലധികം സീറ്റുകളാണ്. കഴിഞ്ഞ വരവിനെ തുടർന്ന് ഒരു വലിയ വിജയമുണ്ടാകുന്നു. അടുത്ത വരവ് എന്ത് പ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക? പ്രഖ്യാപനം അദ്ദേഹം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. ഇനി ഇത് പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഒന്നുകൂടെ ഉണർത്തിക്കാനാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ സുവ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായി ബി.ജെ.പിയെ ഒരു പ്രധാന പാർട്ടിയായി അംഗീകരിച്ച് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ നടത്തിയ സ്ഥലങ്ങളിലെ വോട്ട് നോക്കി അദ്ദേഹം പറഞ്ഞു. 140 മണ്ഡലങ്ങളിലെ ലീഡ് നോക്കിയപ്പോൾ അമിത്ഷായ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഏതാണ്ട് 120ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ മുസ്ലിം ഭൂരിപക്ഷമായ ഒരു 10-13 സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് CPM-ൻ്റെ ചില കണ്ണൂരിലേക്ക് ചില കോട്ടകൾ, അവിടെ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഒരു 10,000-ന് മേൽ വോട്ട് പിടിച്ചിരിക്കുന്നു. 30,000-ന് മേൽ വോട്ട് പിടിച്ച 52ഓളം സ്ഥലങ്ങൾ, 40,000-ന് മേൽ വോട്ട് പിടിച്ച 12 സ്ഥലങ്ങൾ, ഇതെല്ലാം അവർ കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ പക്ഷെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരേ സ്വരത്തിൽ പറയുന്നത് ബി.ജെ.പി പടവലങ്ങ പോലെ വളർന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 19% വോട്ട് നേടി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വെറും 14% മാത്രമാണ് വോട്ട് നേടാൻ കഴിഞ്ഞത്. 600-ലധികം സീറ്റുകൾ പരാജയപ്പെട്ടു എന്നാണല്ലോ പലരും വിമർശിക്കുന്നത്. അല്ലെ, ബി.ജെ.പി നേടിയ നേട്ടത്തിലെ ഏറ്റവും പ്രധാനം ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേട്ടം എന്ന് പറയുന്നത് അസൂയാവഹമായ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മറച്ചു വയ്ക്കാനാണ് അവർ പെർസെൻറ്റേജ് പറയുന്നത്. പണ്ട് ബി.ജെ.പിയാണ് പെർസെൻറ്റേജ് പറയുക. ബി.ജെ.പിക്ക് എടുത്തു കാണിക്കാൻ ഒരു വിജയവും ഇല്ലാത്തതുകൊണ്ട് ബി.ജെ.പി എന്ത് പറയും? ഞങ്ങൾക്ക് 14% ആയിരുന്നത് 16 ആയിരുന്നു, 19.9 എന്നൊക്കെ അവർ വീമ്പിളക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് മറ്റൊന്നും പറയാനില്ല. എവിടെ ജയിച്ചെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയല്ല, ഇത്തവണ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. അവരുടെ 52 മണ്ഡലങ്ങളിൽ 30,000-നും 50,000-നും ഇടയ്ക്കാണ് വോട്ട്. 52 മണ്ഡലങ്ങൾ, 140 ഉള്ളതിൽ 52 ഇടത്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ വീണ്ടും ഒരു 10-40 സ്ഥലങ്ങളിൽ അവർ 30,000-നും 20,000-നും ഇടയ്ക്ക് വോട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ബാക്കി വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത് 10,000-ന് മേൽ. പിന്നെ 10,000-ന് കീഴെ പോകുന്ന സ്ഥലങ്ങൾ തന്നെ 8,000, 6,000, 9,000 ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് 20 ഞാൻ പറഞ്ഞത്. അത് ലീഗിൻ്റെ കോട്ടകളിലാണ്, പിന്നെ CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലാണ്. ബാക്കി മുഴുവൻ 20 ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലത്തും അവർക്ക് ആരെ ജയിപ്പിക്കണോ ആരെ തോൽപ്പിക്കണമെന്ന് നിശ്ചയിക്കാൻ തന്നെ കഴിയും. അപ്പോൾ അവിടെയാണ് അവർ കളിക്കാൻ പോകുന്നത്. അമിത്ഷാ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 2 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഞങ്ങൾ നോർത്ത് ഇന്ത്യ വിജയിക്കാനായിട്ട് ആദ്യം എടുത്ത തന്ത്രം ഞങ്ങളെ വർഗീയവാദികളാക്കിയവരെ മുഖം ഞങ്ങൾ വ്യക്തമായി കൊടുത്തു. സൂഡോ സെക്യുലറിസമാണ് അവർ പറയുന്നത്, സൂഡോ ബഹിഷ്കൃതയാണ് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ വ്യക്തമാക്കി. നിങ്ങളിവിടെ ആദ്യം അത് സ്ഥാപിക്കുക. ഇപ്പം നിന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്, ദേശീയവാദിയായിട്ട് നിൽക്കുന്ന നിന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ആര്? അവൻ കാണിക്കുന്ന വർഗീയവാദവും തീവ്രവാദവും നിങ്ങൾ ആദ്യം പൊളിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് വർഗീയവാദി ദേശീയവാദിയെ തീവ്രവാദിയാക്കുന്നു, യഥാർത്ഥ വർഗീയവാദി തീവ്രവാദിയും ചേർന്ന് അവർ ദേശീയവാദികളും മതേതരവാദികളും ബഹുസ്വരവാദികളുമായി മാറുന്നു. ഈ സംഗതി പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. ഇത് 50-70 വർഷമായിട്ട് കേരളത്തിൽ നടത്തി വരുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് 57 മുതൽ നടക്കുന്നതാണ്. ഹിന്ദു എന്ന് തല പൊക്കുമോ അന്ന് അവൻ്റെ തലയിൽ കൂടെ ഒന്നുകിൽ വർഗീയത ഇടും. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനും R. ശങ്കറും 1950-ൽ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി അന്ന് മുതൽ തുടങ്ങിയതാണ്. അന്ന് അവരെ വെട്ടിക്കീറി. ഇതുപോലെ തന്നെ തീവ്രവാദി, ഇന്ന് വെള്ളാപ്പള്ളിയെ എത്ര തീവ്രവാദി എന്ന് വിളിക്കുന്നു, അതിൻ്റെ ഇരട്ടി തീവ്രവാദിയായിട്ട് മന്നത്ത് പത്മനാഭനെ R. ശങ്കറിനെയും പ്രതിഷ്ഠിച്ചു. അവസാനം R. ശങ്കർ കോൺഗ്രസിൽ ചേർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. മന്നത്ത് പത്മനാഭൻ പറഞ്ഞ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്ന് സമുദായ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവുമായിട്ട് പോയി. ഇത് കേരളത്തിൽ ഇന്നും നടക്കുകയാണ്. ഇന്നും ബി.ജെ.പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങൾ ദേശീയവാദിയല്ല. ഈ ദേശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പാർട്ടി നമ്മുടേതല്ലേ എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. ഇവിടെ 20 വർഷമാകുന്നു നമ്മൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്. വാജ്പേയി മുതൽ മോദി വരെ ഭരിക്കുമ്പോൾ 20 വർഷം. അതിൽ മോദി തുടർച്ചയായിട്ട് 3 ടേം നമ്മുടെ ജനങ്ങളുടെ 150 കോടി ജനങ്ങളുടെയും ഇംഗിതപ്രകാരം ഭരിക്കുകയാണ്. അതുപോലെ തന്നെ 10 വർഷം ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 30 വർഷക്കാലം ഈ നാട് ഭരിക്കുകയും ഈ നാട്ടിലെ മുഖ്യ പ്രതിപക്ഷമായിരിക്കുകയും ചെയ്ത ബി.ജെ.പി
എങ്ങനെ വർഗീയവാദിയാകുമെന്നുള്ളത് ചോദിച്ച് യഥാർത്ഥ വർഗീയവാദിയുടെ മുഖം നീ ഇവിടുത്തെ ഹിന്ദുക്കളുടെ മുമ്പിൽ കൊണ്ടുവരണം, ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയുടെ മുമ്പിൽ കൊണ്ടുവരണം. മുൻകാലങ്ങളിൽ നാം പരിശോധിക്കണം, ഇതാണ് അദ്ദേഹം പറയുന്നത്. അമിത്ഷായും എല്ലാം കേരളം സന്ദർശിക്കുമ്പോൾ LDFന്റെ ഭാഗത്തുനിന്ന് UDFന്റെ ഭാഗത്തുനിന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആദ്യം നരേന്ദ്രമോദി വന്നപ്പോൾ കരിദിനം തന്നെ ആചരിച്ചിരുന്ന കാലമുണ്ട്. അവിടെ നിന്നിപ്പോൾ കേരളം പൂർണ്ണമായി തന്നെ മാറിയല്ലോ. അവര് വരുന്നു, ജനങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതാണോ ഈ സാർ ഉദ്ദേശിക്കുന്ന കേരളത്തിന്റെ മാറ്റം? കേരളം മുഴുവൻ മാറിയിട്ടില്ല, ഇപ്പൊ കുറച്ച് മാറി. അതായത് പ്രധാനപ്പെട്ട നേതാക്കളെങ്കിലും ഇപ്പൊ അവര് തീവ്രവാദികൾ. മറ്റേത് അങ്ങനെയല്ലോ, നരേന്ദ്രമോദി വന്നാൽ ഉടനെ തന്നെ അതാ ഹിറ്റ്ലർ വരുന്നു, അല്ലെങ്കിൽ പിന്നെ ഫാസിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ നരഹത്യയുടെ ആൾ വരുന്നു എന്നല്ലേ പറയാ. ഇപ്പൊ അത് പറയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പൊ അതിനെക്കുറിച്ച് പേടിയുണ്ട്. അപ്പൊ BJP മറ്റു നേതാക്കളെ കുറിച്ചും അങ്ങനെ അവർ തെളിച്ച് പറയുന്നില്ല. പക്ഷെ കേരളത്തിലുള്ളവനെ വിട്ടുകയാണ്. അത് പിന്നെ അതാണ് കേരളത്തിലെ BJP നേതാക്കൾക്കൊന്നും തലയുയർത്തി നിൽക്കാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നത് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം തുടരണം എന്നാണ് അമിത്ഷാ പറയുന്നത്. നിങ്ങൾ നമ്മുടെ ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 50%, ന്യൂനപക്ഷം 50%. അപ്പോൾ ഏത് ഭൂരിപക്ഷം ഏത് ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ പാടുന്ന പാട്ടായ ഭൂരിപക്ഷം എന്ന് പറയുന്നവരടുത്ത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം, മറ്റവൻ കാണിക്കുന്ന വർഗീയത, ആ വർഗീയതയെ നിങ്ങൾ തുറന്നു കാട്ടാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ദേശീയവാദം പറയുമ്പോൾ, നിങ്ങൾ മതേതരത്വം പറയുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാമെന്ന് പറയുമ്പോൾ, പള്ളിയിൽ കൊണ്ട് കേക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ, അരമനയിൽ ചെന്ന് സൗഹൃദം പങ്കിടാമെന്ന് പറയുമ്പോൾ, നിങ്ങളെ പട്ടിയും പേപ്പട്ടിയുമാക്കുന്ന ഇവരുടെ നയത്തിനെ നിങ്ങൾ തുറന്നു കാണിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ലോഗൻ. എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കും. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇത് അങ്ങനെയാണ് മാറ്റിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ മതേതരത്വം പറഞ്ഞ ഭരണഘടന എടുത്താൽ, ബഹുസ്വരത പറഞ്ഞാൽ അവരപ്പം പറയും, ഓ മറ്റവൻ മറ്റേ പാകിസ്ഥാൻ വാദം കൊണ്ട് വരികയാണെന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റാത്തത്. അമിത്ഷായുടെ ഈ വരവിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് തടയാൻ നിന്നവർ അവരുടെ ഇടയിലേക്ക് ഒരു BJP മേയർ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അതെ, BJP മേയർ സ്വീകരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റങ്ങൾ വലുതാണ്. BJP പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പഞ്ചായത്തുകളിലും നിർണായകമായ സ്ഥാനത്താണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഈ തൊട്ടുകൂടായ്മ വെച്ചിരിക്കുകയാണ്. ഇത് വർഗീയവാദി എന്ന് പറഞ്ഞ് എല്ലാവർക്കും താല്പര്യമുണ്ട്. രുചിച്ച് നോക്കിയാൽ കൊള്ളാം, എനിക്ക് ഇവൻ്റെ പിന്തുണയിൽ ഭരണം കിട്ടിയാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ചിലയിടത്ത് അങ്ങനെ വരികയും ചെയ്യുന്നു. കുമരകം അടക്കമുള്ള സ്ഥലങ്ങളിൽ മറ്റത്തൂരൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ പലയിടത്തും വന്നിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഇപ്പോൾ ഒരു മടി, ആ കെട്ടിപ്പിടിക്കാനുള്ള മടി അങ്ങ് മാറ്റി കൊടുക്കണമെന്നാണ് ഇപ്പം നരേന്ദ്രമോദി പറയുന്നത്. കാരണം ഇതിനകത്ത് അവർക്ക് ഒരു കഥയില്ല, അവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോളും. നിങ്ങൾ ഈ സാധനം ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പം മറ്റവൻ കരിയോയിൽ വെച്ചിരിക്കുന്നതിന് നിങ്ങളൊന്ന് കുളിച്ച് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വന്ന് കെട്ടിപ്പിടിച്ചോളും, ഇടതും വലതും കെട്ടിപ്പിടിച്ചോളും. ഇപ്പോൾ അതാണ് വരാൻ പോകുന്നത്. അമിത്ഷാ പറയുന്നത് അതാണ്, 40 സീറ്റിൽ നിങ്ങൾ സൂപ്പർ ഫൈറ്റ് നടത്തുക. നിങ്ങൾക്ക് പിന്നെ 30,000-നും 50,000-നും ഇടയ്ക്ക് കിട്ടിയ 40 സീറ്റിൽ സൂപ്പർ ഫൈറ്റിന് തയ്യാറാകുക. ത്രികോണ മത്സരം. അപ്പോൾ അവിടെ ആര് ജയിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ എത്ര എണ്ണത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ശരിയായ വോട്ട് പിടിച്ച് ജയിക്കുന്നുണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ തന്ത്രം എന്തെന്ന് വെച്ചാൽ, കുറേ നാളായി ഇപ്പോഴത്തെ പുതിയ തന്ത്രം എന്ന് വെച്ചാൽ, ഒരു പാർട്ടി തെക്കോട്ടുള്ള വിഭാഗം ചെയ്യുന്നത്, തെക്കോട്ട് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിച്ച് അവിടെയുള്ള ചെറിയ ന്യൂനപക്ഷത്തിൻ്റെയും കൂടെ കിട്ടി ജയിക്കാൻ നോക്കുകയാണ്. വടക്കോട്ട് എങ്ങനെയായിരുന്നേ, ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളുടെ വോട്ടും വാങ്ങിച്ചിട്ട് അവിടെയുള്ള കുറച്ച് ഭൂരിപക്ഷ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും കൂടെ വോട്ട് വാങ്ങിച്ചിട്ട് അവിടെയും ജയിച്ച് 100, 110 രണ്ട് കൂട്ടരും കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അതിനി നടക്കില്ല എന്നുള്ളതാണ് അമിത്ഷായുടെ തന്ത്രം. അമിത്ഷാ പറയുന്നത് 40 സീറ്റിൽ നിങ്ങളിങ്ങനെ കളിക്കുക, ബാക്കി 100 സീറ്റിൽ നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരാ വരുന്നത് വെച്ചാൽ അവർ വയ്ക്കുക. അവിടെ വരുന്നത് പിന്നെ ഷോൺ ജോർജ് ആണെങ്കിൽ ഷോൺ ജോർജിനെ പാലായി നിർത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ CPM എന്ന് വന്നിരിക്കുന്ന നമ്മുടെ രാജേന്ദ്രൻ വരാൻ പോകുന്നു. ഇപ്പം ലൂക്കോസ് വന്നിരിക്കല്ലേ, റെജി ലൂക്കോസ് വന്നിരിക്കല്ലേ. റെജി ലൂക്കോസിനെ കടത്തുരുത്തിയിലോ ഏറ്റുമാനൂരോ എവിടെയെങ്കിലും നിർത്തുക. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചവർ പലരും വരാൻ നോക്കിയിട്ടുണ്ട്, അവരെയൊക്കെ നിർത്തുക. റെജി ലൂക്കോസ് നൽകുന്ന സന്ദേശം ഈ ഉത്തരേന്ത്യയിലെല്ലാം കണ്ടിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, നാളെ അത് BJP സ്ഥാനാർത്ഥിയായി മാറും. അപ്പോൾ ആ ഒരു പട്ടിക തന്നെ ഇവിടെയും വരുമോ? അല്ല, ആ പട്ടിക ഇവിടെ വരും. കാരണം വെച്ചാൽ ഇപ്പം പിന്നെ 90 അല്ലെങ്കിൽ 93 സീറ്റായിരിക്കും, 92 സീറ്റൊക്കെ ആയിരിക്കും കോൺഗ്രസിന് ഈ 140 കിട്ടുന്നത്. ബാക്കിയൊക്കെ മുസ്ലിം ലീഗ് ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് 35 സീറ്റ് വേണം. അപ്പോൾ അതിലെത്ര കൊടുക്കും? 32 കൊടുക്കുമോ 30 കൊടുക്കുമോ എന്നുള്ളത് സംശയമേ ഉള്ളൂ. എന്തായാലും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ 90 ഇതാകുമ്പോൾ തന്നെ 120 പിന്നെ 20-ൽ ഒരു 10 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഘടകകക്ഷികൾക്കായിട്ട് കൊടുക്കണം. പിന്നെ പൊതു സ്ഥാനാർത്ഥികളെ പോലെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ കുറച്ച് സ്ഥലത്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ അവർക്കൊരു മാക്സിമം 95 സീറ്റ്, അതിനപ്പുറം കോൺഗ്രസിന് കിട്ടില്ല. അപ്പോൾ അതിൽ 250 പേരുടെ ജംബോ പിന്നെ KPCC തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ
വൃദ്ധ നേതാക്കൾ വേറെ കിടക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇതിൽ 90 വരുന്നതിൽ 45 വനിതകൾക്കും യുവാക്കൾക്കുമായിട്ട് കൊടുക്കുന്നത്. യുവാക്കളെല്ലാം ഇപ്പോൾ ഉടുപ്പിട്ടിരിക്കുക, ഞങ്ങൾക്ക് 25 സീറ്റ് വേണം എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു 20-25 സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ വലിയൊരു ബഹളം നടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വരാൻ പോവുകയാണ്. ഇത്തവണ വോട്ട് മറിക്കലല്ലെങ്കിൽ വോട്ട് പിടിക്കലായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് എത്രയെന്നുള്ളത് വെച്ചിട്ടായിരിക്കണം LDFനും UDFനും വീതം വയ്ക്കാനുള്ളത്. അന്നേരം തനി തങ്കം പുറത്തു വരും, ചെമ്പ് വെളിയിൽ വരും, തങ്കം ഏതാണെന്നുള്ളത് വെളി വരും. അതാണ് 2026 ഇലക്ഷൻ. അതിലേക്ക് നിങ്ങൾ നീങ്ങണം എന്നുള്ളതാണ് അമിത്ഷായുടെ ഡയറക്ഷൻ. ഒപ്പം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന നേതൃത്വം, രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം അംഗീകരിച്ച് നേരെ പോകണം. ഇത് കേന്ദ്രത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇവിടെ നിർത്തിയിരിക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വയ്ക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് അംഗീകരിച്ചോണം. അദ്ദേഹം വയ്ക്കുന്ന ഇലക്ഷൻ തന്ത്രങ്ങൾ കേന്ദ്രത്തിൻ്റെയും കൂടെ ഇലക്ഷൻ തന്ത്രങ്ങളാണ്, അതും മര്യാദയ്ക്ക് പാലിച്ചോണം. ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടായിരിക്കും അമിത്ഷാ ഇവിടുന്ന് പോകുന്നത്. ഏതായാലും കേരളത്തിൻ്റെ പഴയ രീതിയല്ല ഇനി ഇലക്ഷനിൽ വരാൻ പോകുന്നത്. 1957 മുതൽ ഇന്നലെ വരെ കണ്ട രീതിയായിരിക്കില്ല 2026 ഒരു പുതിയ കേരളം, പുതിയ രാഷ്ട്രീയ നീക്കം, പുതിയ സമര രീതി, പുതിയ ഇലക്ഷൻ രീതി ഒക്കെ വരാൻ പോവുകയാണ്. അതാണ് അമിത്ഷാ ഡയറക്റ്റ് ചെയ്യുന്ന ഇലക്ഷൻ രീതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.